ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയ്ക്ക് ശേഷം ഒരു വെയിലുള്ള ദിവസത്തെ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. രാവിലെ തൊട്ട് നല്ല വെയിലായതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോത്തിന് തലേന്ന് പെയ്ത മഴവെള്ളമൊക്കെ പെട്ടെന്ന് മുറ്റത്തുനിന്ന് ഉണങ്ങിയിട്ടുണ്ട്. അത് കാരണം മുറ്റക്കൊന്ന് അടിച്ചു വാരി. ഈ ഒരു ഫൈക്കസ് ചെടിയിൽ കിളികൾ കൂടുകൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് പൂച്ച കയറി കുഞ്ഞുങ്ങളൊക്കെ കൊന്ന്. ഇപ്പോൾ അവർ ഈ ഒരു ചൈന ഡോളിൽ കൂട് കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. നിറയെ പുല്ലും ചപ്പുചവറും എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുകെട്ടിലിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് സപ്പോട്ട മൂത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഒന്നോ രണ്ടോ ഒക്കെ ഇതിൽ ഉണ്ടാവല്. അത് ഞങ്ങൾ പൊട്ടിക്കലില്ല, കിളികൾ എന്തെങ്കിലും തിന്ന് പോവുകയാണ് ചെയ്യൽ. ഇത് കുറച്ചധികം കണ്ടപ്പോൾ നേരത്തെ പൊട്ടിച്ചിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു. മരത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടലുണ്ടാവില്ല. ഇപ്പോൾ പറമ്പിലൊക്കെ മഴ ആയത് കാരണം മൊത്തത്തിൽ പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നടക്കാൻ ഒരു പേടിയാണ്, എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. ഈ ചുവന്ന മണ്ണടിച്ച കാരണമാണ് ഇത്രയധികം പുല്ല്. കുറേ പ്രാവശ്യം പറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്, വീണ്ടും വീണ്ടും മുളച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഈ പൊട്ടിച്ച സപ്പോർട്ടൊക്കെ കൂടെ ഒന്ന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത് എന്തിലിട്ടിട്ട് പഴുപ്പിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഞ്ചിയിൽ കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു, അതിലിട്ടിട്ട് ഒന്ന് കെട്ടിയാണ്ട് ഒരു ബക്കറ്റിൽ അരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതാ ഇന്ന് വെയിലായതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ തുണികൾ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഉണങ്ങാത്തതൊക്കെ ഒന്ന് ഷീറ്റിനുള്ളിൽ വിരിച്ചിടുകയാണ്. ഇവിടെ ഷീറ്റ് ഹൈറ്റിലായതുകൊണ്ട് അയൽ കെട്ടാനുള്ള സൗകര്യം ഉയരത്തിൽ തന്നെ താഴ്ത്തി കെട്ടിയിട്ടില്ല. അത് കാരണം ലാഡറിൽ കയറിയിട്ട് വേണം തുണികളൊക്കെ വിരിച്ചിടാൻ. പിന്നെ അയൽവാസിലെത്താത്തന്ന് കുറച്ചധികം തന്നെ കറിവേപ്പില കമ്പോട് കൂടെ പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കേടുവരാതെ പാത്രത്തിൽ പൊട്ടിച്ചിടലാണ്. നേരെ വൈകിയത് കാരണം കാക്കും കൂടെ കൂടിയിട്ടുണ്ട്. മഗ്‌രിബ് ഭാഗം കൊടുക്കാനായിട്ടുണ്ട്. നാടൻ വേപ്പില കിട്ടുമ്പോൾ അത് ഒഴിവാക്കാൻ തോന്നൂല. അപ്പോൾ ഒന്നും വേസ്റ്റാക്കാതെ 2 പാത്രത്തിലായിട്ട് പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് മടക്കി വെക്കാൻ. ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മഗ്‌രിബ് ഓത്തൊക്കെ കഴിഞ്ഞ് എനിക്ക് നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കലാണ്. അതിൻ്റെ കൂടെ മോൾക്കുണ്ട് ഹോംവർക്കൊക്കെ, അവളെ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി ഇക്കൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് അവരോട് പറയണം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ പഠിപ്പിക്കൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയോ ആ ബിന്റെ സൗണ്ട് ബി എന്നൊക്കെ പഠിപ്പിച്ചാ സീന്റെ പറഞ്ഞ